ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ നമ്മുടെ റെസിപ്പി കണവ ബിരിയാണിയാണ്. അപ്പോൾ വളരെ ടേസ്റ്റിയായും അതുപോലെ തന്നെ സിമ്പിളായും നമുക്ക് കണവ ബിരിയാണി എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. അപ്പോൾ ഇതിൻ്റെ മസാലയൊക്കെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള മസാലയൊക്കെയാണ് നമ്മൾ തയ്യാറാക്കിയിരിക്കുന്നത്. അപ്പോൾ നമ്മൾ വീഡിയോയിലോട്ട് പോകുമ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമ്മൾ ബിരിയാണിക്കായി എടുത്തിരിക്കുന്നത് ഈ വലിയ സൈസിലുള്ള കണവയാണ്. അപ്പോൾ നമ്മുടെ നാട്ടിലേക്ക് ഈ മീൻ കണവ എന്നാണ് പറയുക. നിങ്ങളുടെ നാട്ടിൽ എന്താണെന്ന് ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ നമ്മുടെ കണവയൊക്കെ നന്നായിട്ടൊന്ന് കട്ട് ചെയ്ത് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലത്തുള്ള വലിയ സൈസിലാണ് നമ്മൾ കണവ കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. ഇനി നമുക്കിതൊരു ഫ്രൈ ചെയ്തെടുക്കാനുള്ള മസാലകൾ ചേർത്ത് കൊടുക്കാം. 1 സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് 1 സ്പൂൺ മുളക് പൊടിയാണ്. കുറച്ച് ഗരം മസാലയും കൂടെ നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ കുറച്ച് കുരുമുളക് പൊടിയും ആവശ്യത്തിന് ഉപ്പൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ഉപ്പൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മൾ ആദ്യമേ കണവ ഫ്രൈ ചെയ്തെടുത്തിട്ടാണ് ഇതിൻ്റെ മസാല തയ്യാറാക്കി എടുക്കുന്നത്. അപ്പോൾ നമ്മുടെ കണവയിൽ നന്നായിട്ട് മസാലയൊക്കെ ഒന്ന് പിടിച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു ചട്ടി വെച്ചിട്ടുണ്ട്, അതിലേക്ക് നമ്മൾ കുറച്ച് കറിവേപ്പില വന്നിട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ എണ്ണ നന്നായിട്ട് ചൂടായ ശേഷം നമ്മൾ കണവ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ കണവ ഒന്ന് ഫ്രൈ എടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ കണവയുടെ ഒരു സൈഡൊക്കെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ കണവയൊക്കെ നന്നായിട്ടൊന്ന് മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഇത് എണ്ണയിൽ നിന്നൊന്ന് കോരിയെടുത്ത് കൊടുക്കാം. ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ള കണവയും കൂടെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. നമ്മൾ ഫ്രൈ ചെയ്തിട്ട് ഇതിൻ്റെ മസാല തയ്യാറാക്കുമ്പോഴാണ് നല്ല ടേസ്റ്റ് വരുന്നത്. അപ്പോൾ ബാക്കിയുള്ള കണവയും കൂടെ ഇതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ആ സമയം കൊണ്ട് തന്നെ നമുക്ക് ബിരിയാണിക്ക് വേണ്ടിയ റൈസ് റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഒരു പാത്രം വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് സവാള ഇട്ട് കൊടുക്കാം. സവാളയും അതുപോലെ തന്നെ കശുവണ്ടിയും മുന്തിരിയൊക്കെ നമുക്ക് ആദ്യമേ ഒന്ന് മൂപ്പിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ ആദ്യമേ മൂപ്പിച്ച് കോരുന്നത് സവാളയാണ്. സവാള ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. അപ്പോൾ സവാള നമ്മൾ മൂപ്പിച്ച് കോരിയിട്ടുണ്ട്. ഇനി ഈ കശുവണ്ടിയും അതുപോലെ തന്നെ ഉണക്കമുന്തിരിയും കൂടെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. അതും നമ്മളൊന്ന് വറുത്ത് കോരിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പിലയിലിട്ട് അതും കൂടെ ഒന്ന് വറുത്ത് കോരണം. അതും നമ്മളൊന്ന് വറുത്ത് കോരിയിട്ടുണ്ട്. ഇനി ഈ ചട്ടിയിൽ തന്നെയാണ് നമ്മൾ ബിരിയാണിക്കുള്ള തയ്യാറാക്കി എടുക്കുന്നത്. അപ്പോൾ അതിലേക്ക് നമുക്ക് ആദ്യമേ സ്പൈസസ് ഇട്ട് കൊടുക്കാം. സ്പൈസസ് ഇട്ട് കൊടുത്തതിന് ശേഷം കുറച്ച് സവാളയും അതുപോലെ തന്നെ 2 പച്ചമുളകും നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് മൂത്ത് വരുമ്പോൾ നമുക്ക് അതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഇട്ട് കൊടുക്കാം. വെള്ളത്തിലേക്ക് നമ്മൾ കുറച്ച് നാരങ്ങാനീര് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മുടെ ചോറ് പരസ്പരം ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയാണ്. ഇനി നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ നമ്മൾ ചോറ് വേവിച്ചെടുക്കുന്നത് വറ്റിച്ചല്ല, നമ്മൾ ഊറ്റിയാണ് എടുക്കുന്നത്. അപ്പോൾ ഇനി നന്നായിട്ടൊന്ന് വെള്ളം തിളച്ച് വരുമ്പോൾ നമുക്ക് അതിലേക്ക് അരി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്നത് കൈമ റൈസാണ്. നമ്മളൊരു 15 മിനിറ്റ് കുതിർത്തതിന് ശേഷമാണ് അരി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ അരിയും കൂടെ ചേർത്തെടുത്ത് നമ്മളിത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. ആ സമയം കൊണ്ട് തന്നെ നമ്മുടെ കണവയെല്ലാം നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ കണവയ്ക്ക് വേണ്ടിയുള്ള മസാല തയ്യാറാക്കിയെടുക്കാം. ഒരു പാത്രം വെച്ച് കൊടുത്ത് അതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കണം. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്കതിലേക്ക് കുറച്ച് ഉലുവ ചേർത്ത് കൊടുക്കാം. ഉലുവ ഒന്ന് ചൂടായി പൊട്ടി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് വെളുത്തുള്ളിയാണ്. അപ്പോൾ നമ്മൾ വെളുത്തുള്ളി ഒന്ന് നീളത്തിലൊന്ന് അരിഞ്ഞെടുത്ത വെളുത്തുള്ളിയാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. വെളിച്ചെണ്ണ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. വെളുത്തുള്ളി ഒന്ന് മൂത്ത് വരുമ്പോൾ നമുക്കതിലേക്ക് ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കാം. ചെറിയ ഉള്ളി നീളത്തിലൊന്ന് അരിഞ്ഞെടുത്തതാണ്. അപ്പോൾ ഇത് രണ്ടും കൂടെ ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഇതൊന്ന് മൂത്ത് വരുന്നതുവരെ നമുക്ക് ഇളക്കി കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നത് കറിവേപ്പിലയാണ്. 2-3 ഇതിൽ കറിവേപ്പിലയോട് ചേർത്ത് കൊടുക്കാം.
അപ്പോൾ ഇതൊന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നത് സവാളയാണ്. ഒരു 2 വലിയ സവാളയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. സവാള ഒന്ന് നീളത്തിലരിഞ്ഞതും കൂടെ നമുക്കിതാ ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ നമ്മുടെ സവാള ഒന്ന് പെട്ടെന്ന് വഴണ്ട് വരുന്നതിന് വേണ്ടി നമുക്കൊരല്പം ഉപ്പ് കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചാണ് നമ്മൾ സവാള വഴറ്റിയെടുക്കുന്നത്. അപ്പോൾ അത് ലേശം ഒന്ന് വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ഒരു 3 പച്ചമുളക് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഇനി നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഇഞ്ചി ചതച്ചതാണ്. ഇഞ്ചി ചതച്ചതും കൂടെ നമുക്കതാ ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. ഇനി നമുക്ക് മസാലകളൊക്കെ ചേർത്ത് കൊടുക്കാം. ഉള്ളിയൊക്കെ നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. ഒരു 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 സ്പൂൺ മുളക് പൊടിയും അതുപോലെ തന്നെ 1 സ്പൂൺ കുരുമുളക് പൊടിയും ചേർത്ത് നമുക്കിത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഗരം മസാലയാണ്. ഗരം മസാലയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഈ പൊടിയുടെയൊക്കെ ഒരു പച്ച മണം മാറി വരുന്നത് വരെ നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. അതുപോലെ തന്നെ നമ്മൾ പെരിഞ്ചീരകം പൊടിച്ചതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതും കൂടെ ചേർത്തൊന്ന് ഇളക്കി കൊടുക്കാം. പിന്നെ നമ്മളിതിലേക്ക് ചേർത്ത് കൊടുത്തത് തക്കാളി ഒന്ന് പേസ്റ്റാക്കിയതാണ്. തക്കാളി പേസ്റ്റ് കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. അപ്പോൾ ഈ തക്കാളി പേസ്റ്റിൻ്റെ മസാലകളുടെയൊക്കെ ഒരു പച്ച മണം മാറി വരുന്നതുവരെ നമ്മളത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന കണവയാണ്. ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന കണവയും കൂടെ നമുക്കിതാ ഇതിലേക്ക് ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ നമ്മളിതിലേക്ക് വേറെ വെള്ളമോ ഒന്നും ഒഴിച്ചു കൊടുക്കുന്നില്ല. കണവ മാത്രം ആ മസാലയും മാത്രമേ നമ്മൾ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. അപ്പോൾ നന്നായിട്ട് ഇളക്കി നമുക്കൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ഇതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പിലയും അതുപോലെ തന്നെ കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കണം. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ബിരിയാണിക്ക് വേണ്ടിയ കണവ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മുടെ ആ ചോറ് നന്നായിട്ടൊന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ദം ചെയ്ത് കൊടുക്കാം. ഒരു പാത്രം എടുത്ത് നമുക്ക് അതിലേക്ക് ആദ്യമേ കുറച്ച് നെയ്യ് ഇട്ട് കൊടുക്കണം. എന്നിട്ട് നമ്മൾ വറുത്ത് കോരി വെച്ചിരിക്കുന്ന ഉള്ളിയും അതുപോലെ തന്നെ കശുവണ്ടിയും മുന്തിരിയും കുറച്ച് കറിവേപ്പിലയൂടെ നമുക്കത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന റൈസ് കൂടെ ഇതിൻ്റെ മുകളിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കണം. റൈസൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. പരസ്പരം ഒട്ടിപ്പിടിക്കാതെ നന്നായിട്ട് നമ്മൾ റൈസൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കുറേശ്ശെ റൈസായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതാ നമ്മുടെ കണവ മസാലയും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു റോസ്റ്റാണിത്. അപ്പോൾ കണവയും കൂടെ നമ്മളിതാ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. കാണുമ്പോൾ തന്നെ നമുക്ക് കൊതിയാകുന്നൊരു റോസ്റ്റാണ്. അപ്പോൾ അതും കൂടെ നമ്മളിതാ ഇതിലേക്ക് ചേർത്തെടുത്തിട്ടുണ്ട്. ഇനി ബാക്കിയിരിക്കുന്ന റൈസും കൂടെ നമുക്കിതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഞാൻ ഇതിലേക്ക് കുറച്ച് യെല്ലോ ഫുഡ് കളറും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഓപ്ഷനിലാണ്, വേണമെന്നവർക്ക് മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഞാനൊരു കളറിന് വേണ്ടിയാണ് ഇത് ചേർത്ത് കൊടുക്കുന്നത്. വീണ്ടും നമുക്കിതിൻ്റെ മുകളിൽ കൂടി നമ്മൾ വറുത്ത് കറി വെച്ചിരിക്കുന്ന സവാളയും അതുപോലെ തന്നെ കശുവണ്ടിയും മുന്തിരിയൊക്കെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. കുറച്ച് മല്ലിയിലയും കൂടെ ഞാൻ ഇതിൻ്റെ മുകളിലേക്ക് ചേർത്തെടുത്തിട്ടുണ്ട്. ലാസ്റ്റ് നമുക്ക് കുറച്ച് നെയ്യും കൂടി ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാം, ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ നമുക്കിനി ഇത് ഒന്ന് അടച്ച് വെച്ച് ഒരു 15 മിനിറ്റ് ലോ ഫ്ലെയിമിലൊന്ന് വെച്ചിരിക്കാം. അപ്പോൾ 15 മിനിറ്റ് കഴിഞ്ഞ് നമ്മളിതാ ദം ഒന്ന് പൊട്ടിച്ചിട്ടുണ്ട്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ കണവ ബിരിയാണി ഇവിടെ തയ്യാറായിട്ടുണ്ട്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ബിരിയാണിയാണ്. വളരെ എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കാൻ പറ്റിയൊരു ബിരിയാണിയാണ്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ കമൻറ്റ് അറിയിക്കാനും മറക്കല്ലേ. ഇതുപോലുള്ള ഈസി റെസിപ്പിയുമായിട്ട് ഇനിയും കാണുന്നവരെ ബൈ ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ്.